മലയാള സാഹിത്യത്തിലെ പ്രാചീന കാലഘട്ടത്തിൽ രചിക്കപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിന്റെ ദൃശ്യാവിഷ്കാരമൊഴുകിക്കൊണ്ട് മണിപ്രവാള കാലഘട്ടത്തിലെ മധുരമനോഹരമായ ഒരു ചരിത്രത്തിന്റെ അതിസുന്ദരമായ നിമിഷങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നമ്മെ നയിക്കുകയാണ് ചങ്ങനാശ്ശേരി ഡോക്ടർ സഖി ഹുസൈൻ സ്കൂളിലെ വിദ്യാർത്ഥികളും മധ്യതിരുവാങ്കൂറിലെ ഒരുപിടി സാഹിത്യ നായകന്മാരും ചേർന്നൊരുക്കിയ ഈ ഉണ്ണുനീലി സന്ദേശയാത്ര. ചങ്ങനാശ്ശേരി ഡോക്ടർ സഖി ഹുസൈൻ മെമ്മോറിയൽ ഭാരതീയ വിദ്യാവിഹാർ CBSE സ്കൂളിലെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന ഉണ്ണുനീലി സന്ദേശയാത്രയാണ് ഈ രാജവീതിയിലൂടെ കടന്നുവരുന്നത്. കേരള ചരിത്രത്തിലെ അത്ഭുതങ്ങൾ വിളിച്ചറിയിക്കുന്ന ഒരു മണിപ്രവാള കാവ്യ വിസ്മയമാണ് ഉണ്ണുനീലി സന്ദേശം. പൂമാതിൻ നയനാന്തഭൃംഗനളിനീ ഭൂമേ സുധാദീപിക പൂനാരം മണികണ്ഠവെൺപല മഹീപാലൈക ചൂടാമണി പൂവമ്പൻ കുലദേവത പുകഴ്മികും മുണ്ടയ്ക്കലൻപുറ്റെഴും പൂമാലക്കുഴലും തിരുനാൾ നീണാൾ വിളങ്ങിടുക പൂമാലക്കുഴലുണ്ണി തിരുനാൾ നീണാൾ വിളങ്ങിടുക. 700 കൊല്ലം മുമ്പ് എഴുതപ്പെട്ട ഉണ്ണുനീലി സന്ദേശത്തിന്റെ ദൃശ്യാവിഷ്കാരമാണ് ചങ്ങനാശ്ശേരി ഡോക്ടർ സഖി ഹുസൈൻ മെമ്മോറിയൽ ഭാരതീയ വിദ്യാവിഹാർ CBSE സ്കൂളിലെ വിദ്യാർത്ഥികൾ അണിയിച്ചൊരുക്കുന്ന ഈ സന്ദേശയാത്ര. മുണ്ടയ്ക്കൽ ചെന്തിനിയ വിരഹവ്യാകുലാമുണ്ണിനീലി കണ്ടിട്ടിൻറേ ദൈതഗതിതം ഞാനുണർത്തേണ്ടുവോന്റെ കണ്ടിക്കൂടും കുസുമശരനോടൊത്തിണങ്ങി തടുപ്പോണ്ടുണ്ടൻ കയ്യിൽ കിമവിമൃത സഞ്ജീവനം മന്ത്രബീജം. ചങ്ങനാശ്ശേരിയിൽ നിന്ന് പുറപ്പെട്ട ഉണ്ണുനീലി സന്ദേശ യാത്രയ്ക്ക് നേതൃത്വം കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട ലത്തീഫ് അവർ, അദ്ദേഹത്തിന്റെ കൂടെ കേരളത്തിലെ അനുഗ്രഹീതരായ ഏതാണ്ട് 20ഓളം വരുന്ന സാഹിത്യ നായകന്മാർ, കടുത്തുരുത്തിയുടെ ഏറ്റവും വലിയ അനുഗ്രഹീതരായ സാഹിത്യ നായകന്മാരിൽ നമ്മളെല്ലാം ആദരിക്കുന്ന ജോർജ് തോമസ് പള്ളിവാതിക്കൽ ജോർജ് തോമസ് സാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ കടുത്തുരുത്തിയിൽ ഏറ്റവും സാറിന് അല്ല അവരുടെ വിരമയിൽ ബാക്കിയുള്ള സാഹിത്യ നായകന്മാരോട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും അനുഗ്രഹീതമായ ഒരു ചടങ്ങ് കടുത്തുരുത്തിയിലേക്ക് വീണ്ടും ഒരു ഉണ്ണുനീലി സന്ദേശത്തിന്റെ സന്ദേശ യാത്രയുടെ ഒരു പുനരാവിഷ്കരണം വീണ്ടും ഒരിക്കൽ കൂടി ഇത് ജനതയുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ നടത്തിയ വലിയ പരിശ്രമത്തെ കടുത്തുരുത്തി പൗരാവലിക്ക് വേണ്ടി നാട്ടിലെ മുഴുവൻ ജനങ്ങൾക്കും വേണ്ടി ഞങ്ങൾ പ്രത്യേകമായി നന്ദി പറയുകയും കടുത്തുരുത്തിയിലേക്ക് സാംസ്കാരികമായി വലിയ പാരമ്പര്യം നിൽക്കുന്ന ഈ പുണ്യഭൂമിയിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും. ഇവിടെ ഉണ്ണുനീലിലൂടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന തറവാട്ട് വീട്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇവിടെ സാഹിത്യ നായകന്മാർക്ക് ഞങ്ങളിതെല്ലാം കൈമാറുന്നു. കാരണം അവർ അതിൻ്റേതായ നിലയിൽ കാര്യങ്ങൾ നടക്കട്ടെ. കുറേ സ്ഥലം ഇവിടെ ഇത്രയും യാത്ര ചെയ്തു വന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. അവർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. അവരുടെ ജീവിതത്തിലെ അവിസ്മരണീയമായ ഒരു യാത്രയാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും അഭിമാനമായിരുന്നു. നമ്മളിതിനു ശേഷം ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ജംഗ്ഷനിൽ ഒരു മീറ്റിംഗ് കൂടെ വെച്ചിട്ടുണ്ട്. അതിൽ സാഹിത്യ നായകന്മാർ തുടർന്ന് കടുത്തുരുത്തിയുടെ ആ കാവ്യത്തിന്റെ കേന്ദ്ര ബിന്ദു ഹിന്ദുദ്വീപം കടമ്പി എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന കടുത്തുരുത്തിയാണ്. ഒരു കാലത്ത് വടക്കുംകൂർ രാജവംശത്തിന്റെ ആസ്ഥാനമാണ്. ഈ കടുത്തുരുത്തിയിൽ അങ്ങനെ നിരനിരയായി കിടക്കുന്ന ചൈനീസ് കമ്പനികളെ പറ്റി ഉണ്ണുനീലി സന്ദേശം വിവരിക്കുന്നുണ്ട്. ഈ കടുത്തുരുത്തി കേരളത്തിന്റെ സാംസ്കാരിക കേന്ദ്രമാണ്. ഇവിടെ വെച്ച് ഉണ്ണുനീലിക്ക് ആദ്യത്തെ സന്ദേശം കൈമാറുന്ന രംഗം ചിത്രീകരിക്കാൻ തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നത്. സാഹിത്യവർമ്മ
എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് കയ്യിൽ സന്ദേശമുണ്ട്. ആ സന്ദേശം ഇവിടെ വെച്ച് കൈമാറുന്നു. യാത്ര ഇന്നലെ രാവിലെ കണ്ണശ സ്മാരകത്തിൽ വെച്ച് ആരംഭിച്ചു. അവിടുന്ന് തുടക്കം കുറിച്ച യാത്ര പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെ സംബന്ധിച്ച് ഇന്നിവിടെ ഉന്നതിയിൽ തറവാട്ടിലെത്തിയിരിക്കുകയാണ്. ഇതൊരു വലിയ സാംസ്കാരിക സംഭവമാണ്, സാംസ്കാരിക ദൗത്യമാണ്. ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത ശ്രീ ലത്തീഫ്, അതുപോലെ ഏറ്റുമാനം സോമദാസ്, ഒട്ടനവധി ആളുകളുണ്ട്. അവരുടെയൊക്കെ നേതൃത്വത്തിൽ ഈ കുട്ടികളുടെയും അവരുടെ രക്ഷാകർത്താക്കളുടെയും സ്കൂളിൻ്റെയും പൊതുവായ സംഘടനയോടുകൂടി ഉന്നതിയിൽ സന്ദേശം പുനരാവിഷ്കരിക്കാനുള്ള ഈ സംരംഭം ഏറ്റവും വിജയകരമായിരുന്നു. അതിന് സഹായം ചെയ്ത, സ്വാഗതം ചെയ്ത, അതിനെ സ്വീകരിച്ച എല്ലാ നല്ല ആളുകളോടും രേഖപ്പെടുത്തിയുടെ ബന്ധം പോലെ തന്നെ ഈ ഒരു യാത്രയുടെ ബന്ധവും നമുക്ക് തുടർന്നു കൊണ്ടുപോകാൻ നിങ്ങളുടെ എല്ലാ സാഹിത്യ നായകന്മാരുടെയും അനുഗ്രഹാശിസുകൾ കടുത്തുരുത്തിയുമായി ബന്ധപ്പെട്ടുണ്ടാകണം എന്ന് പൊതുവെ എല്ലാവരോടും അപേക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നതായി അറിയിച്ചുകൊണ്ട് ഈ ഉന്നതിയിൽ തറവാട്ടിൽ നടക്കുന്ന അനുഗ്രഹീതമായ ചടങ്ങിന് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാർത്തത്തിൽ സെമിനാർ ഡോക്ടർ കുരിശ്ശേരി രാമേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ ഒരു ലേഖനം എനിക്ക് എഴുതി തരികയുണ്ടായി. ആ ലേഖനം ഉൾപ്പെടെ സമർപ്പിച്ചുകൊണ്ട് ജോർജ് സാർ അടക്കം എല്ലാവരും പങ്കെടുക്കുന്ന ഒരു വലിയ ചടങ്ങ് ഞങ്ങൾ ആഗ്രഹിക്കുക. അപ്പോൾ അതിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹാശംസകൾ ഉണ്ടാകണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ഉന്നതിയിൽ സന്ദേശയാത്ര വീണ്ടും ഒരിക്കൽ കൂടി പുനരാവിഷ്കരിക്കുന്നതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും പ്രത്യേകം അനുമോദിച്ചുകൊണ്ട് ഇനി ഇവിടെ മറ്റ് ഔദ്യോഗിക കാര്യങ്ങളെല്ലാം തുടർന്ന് നടക്കും. കോട്ടയം കളക്ടർ ഉന്നതിയിൽ സന്ദേശത്തിന്റെ പ്രാധാന്യം ഇതെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടുള്ള ഒരു വടക്കൻകൂർ മഹോത്സവം, അതിന്റെ വടക്കൻകൂർ കർമ്മസമിതി ഞങ്ങൾ രൂപീകരിച്ചു. ഇവിടെ പല ചടങ്ങുകൾ അതോട് ബന്ധപ്പെട്ട് ഇവിടെ നടന്നു കഴിഞ്ഞു. വടക്കൻകൂറുമായി ബന്ധപ്പെട്ട് 4-5 പ്രധാന യോഗങ്ങൾ കടുത്തുരുത്തിയിൽ നടന്നു. ഞങ്ങൾ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കടുത്തുരുത്തിയിൽ അവസാനിക്കേണ്ടതാണ് സന്ദേശം. പക്ഷേ ചങ്ങനാശ്ശേരി ഡോക്ടർ സക്കീർ ഹുസൈൻ മെമ്മോറിയൽ ഭാരതീയ വിദ്യാവിഹാർ ആ കുട്ടികളുടെ നേതൃത്വത്തിലാണ് ഈ സന്ദേശയാത്ര ഇവിടെ വന്നിട്ടുള്ളത്. അത് കണ്ണശ സ്മാരക മന്ദിരത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്നലെ രാവിലെ 9 മണിക്ക് സാഹിത്യ നിപുണൻ എരുമേലി പരമേശ്വരൻപിള്ള സാറ് ഉദ്ഘാടനം ചെയ്ത് അയച്ച ജാഥയാണ് ഇവിടെ എത്തിച്ചേർന്നത്. ഇന്ന് ഇവിടെ ആ സന്ദേശകാവ്യത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കേന്ദ്രങ്ങളും സന്ദർശിച്ച് ആണ് ഞങ്ങൾ ഈ 2 ദിവസം കൊണ്ട് ഇവിടെ എത്തിച്ചേർന്നത്. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് ഹാർദവമായ സ്വീകരണമാണ് ബഹുമാന്യനായ MLA ശ്രീ മോൻസ് ജോസഫ് അവരുടെ നേതൃത്വത്തിൽ കിട്ടിയിരിക്കുന്നത്. അദ്ദേഹത്തിന് 3 മണിക്ക് ഏറ്റുമാനൂർ കളക്ട്രേറ്റിൽ അടിയന്തരമായ ഈ കടുത്തുരുത്തിയുടെ കോട്ടയം കളക്ട്രേറ്റിൽ കടുത്തുരുത്തിയുടെ ജനങ്ങൾക്കാവശ്യമായ നിർണായകമായ ചർച്ചയാണ് അവിടെ നടക്കുന്നത്. എന്നിട്ടും ഈ സന്ദർഭത്തിൽ ഞങ്ങളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ച ബഹുമാന്യനായ MLAക്കുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റുള്ളവർക്കുള്ള നന്ദി തുടർന്ന് രേഖപ്പെടുത്തുന്നതാണ്. കാരണം ഇതിന്റെ പരിപാടി തുടരുകയാണ്. സന്ദേശം കൊണ്ടുവന്നിരിക്കുന്നു. ചില ഉണ്ണിനീര് കൊടുക്കണം. ഉണ്ണിനീരിവിടെ താമസിയാതെ പ്രതിമവദനേ പേരുമാദിച്ചവർമ്മൻ പാരേറിയിടും പുകൾ ഇരവിവർമ്മനു 2ാമവൻ ഞാൻ മുണ്ടയ്ക്കൽ ചേർന്നലഘുജഘനേ 3 നാളുണ്ടു ചെമ്മേ കണ്ടു കണ്ടിക്കുഴലികൾ മണി നിന്നുടെ വല്ലഭം ഞാൻ സ്യാനന്ദൂരേ മുരരിപുപുരേ പോലും ആനന്ദഹീനം ദീനം മീനധ്വജ പരവശം പുക്കിരിക്കിன்றവാർ മീനധ്വജ പരവശം പുക്കിരിക്കിன்றവാർ. മുണ്ടയ്ക്കൽ തറവാട്ടിലെ അതിസുന്ദരിയായ ഉണ്ണിനീലി 3 നാളുകൾക്ക് മുൻപ് ഞാൻ നിന്റെ കാന്തനെ തിരുവനന്തപുരത്ത് വെച്ച് കണ്ടു. ആ മഹാനഗരത്തിൽ മുരരിപുവിന്റെ സന്നിധാനത്തിലായിട്ട് പോലും ആനന്ദമില്ലാതെ കാമപരവശനായി നിന്നെ ഓർത്ത് അവൻ കഴിഞ്ഞുകൂടുകയാണ്. മുണ്ടയ്ക്കൽ ചേർന്നലഘുജഘനേ 3 നാളുണ്ടു ചെമ്മേ കണ്ടു കണ്ടിക്കുഴലികൾ മണി നിന്നുടെ വല്ലഭം ഞാൻ
പ്രതിഷ്ഠാ സ്മാരകത്തിൽ നിന്നാണ് ഇത് ആരംഭിച്ചത്. ഈ ആദിത്യവർമ്മ മഹാരാജാവിൻ്റെ രൂപമായിട്ട് വേഷം ധരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ചരിത്രപരമായ ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഞങ്ങൾക്ക് മറക്കാനാകാത്തൊരു അനുഭവമാണ്. ഈ ഇതിൽ നിന്ന് ഇതെന്താ പെട്ടെന്ന് ഇങ്ങനെ ഒരു പ്രചോദനം ഉണ്ടാകാനുള്ള കാരണം? ഇതിൻ്റെ പ്രചോദനം മുഴുവൻ ഞങ്ങളുടെ അധ്യാപകരാണ് ഞങ്ങൾക്ക് ഇതിനുള്ള പ്രചോദനം മുഴുവൻ തന്നത്. പരിപാടിയിൽ പങ്കെടുക്കാനും ഇതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ഇതിനുവേണ്ടി പങ്കെടുക്കാൻ വേണ്ടി ഞങ്ങളുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ ലത്തീഫ് സാർ, ഞങ്ങളുടെ അധ്യാപകരായ ഷിയാദ് സാർ, ശ്രീജ ടീച്ചർ എന്നിവരുടെ പ്രചോദനമാണ്. താങ്കളുടെ പേരെന്താ? എൻ്റെ പേര് സി അനുക്കുട്ടൻ. എല്ലാ വർഷവും സാഹിത്യ നായകന്മാരുടെ ഭവനങ്ങൾ സന്ദർശിക്കുക, അവരുടെ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തുക, കളരികൾ നടത്തുക, സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുക, ഇതൊക്കെ അവിടെ എല്ലാ വർഷവും ചെയ്യുന്നതാണ്. ഈ വർഷം ഞങ്ങൾ ഭിന്നമായി ഈ 700 വർഷങ്ങൾക്ക് മുമ്പ് രചിച്ച ഈ ഉണ്ണിനീലി സന്ദേശം, അതിൻ്റെ ആ മനോഹാരിത, അതിൻ്റെ ചാരുത, അത് മലയാളികൾ മനസ്സിലാക്കേണ്ടതാണ്. ആ ഒരു ഉദ്ദേശത്തോടുകൂടി മാത്രമാണ് ഞങ്ങൾ ഈ സംരംഭത്തിന് പുറപ്പെട്ടത്. എല്ലായിടത്തു നിന്നും, പ്രത്യേകിച്ച് സാഹിത്യ നായകന്മാരിൽ നിന്ന്, സാംസ്കാരിക നേതാക്കളിൽ നിന്നൊക്കെ ഞങ്ങൾക്ക് വളരെയധികം പ്രോത്സാഹനമാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരോടുമുള്ള നന്ദി പറയുന്നു. ലത്തീഫ്, ഡോക്ടർ സക്കീർ ഹുസൈൻ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മാനേജിംഗ് ഡയറക്ടർ.